ഇന്ന് ഞങ്ങളിവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് യേശുവിന്റെ നാമം ഞങ്ങൾ ഉയർത്തുവാനായിട്ട് കാരണം? മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. രക്ഷയ്ക്കായി ഏക നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അത്രേ. എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നത്? എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന വിഷയമാണ്. സകല പ്രപഞ്ചത്തെയും നിർമ്മിച്ചവനായ ഒരു ഏക ദൈവം ലോകത്തിലുണ്ട് എന്നുള്ളത്. എന്നാൽ ദൈവമായിരുന്നവൻ ആ ദൈവമായി സ്വർഗത്തിൽ വസിക്കാതെ വീണുപോയ, പാപത്തിൽ വീണുപോയ തന്റെ മക്കളെ, മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടതിനായി മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. കന്യകയുടെ മകനായി ജനിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് 33 വയസ്സ് വരെയും തന്റെ കാര്യങ്ങളെല്ലാം നിവർത്തിച്ചുകൊണ്ട് 33 തിരുവയസ്സിൽ കാൽവരിയിൽ മരക്കുരിശിൽ 3 കാരിന്മാണികളാൽ തറയ്ക്കപ്പെട്ടവനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ യേശു കർത്താവിനെ നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ ഉയർത്തുന്നത്. ലോകത്തിൽ അനേക മഹാന്മാർ ജീവിച്ചിരുന്നു. അനേകരായിരിക്കുന്ന രാജ്യതന്ത്രജ്ഞന്മാരും ഭരണകർത്താക്കളും ഉന്നത ശ്രേഷ്ഠന്മാരൊക്കെയും ജീവിച്ചു. എന്നാൽ അവരൊക്കെയും ജീവിച്ച് മരിച്ച് മാറ്റപ്പെട്ടു. അവരുടെയൊക്കെ കല്ലറകൾ ഇന്ന് ലോകത്ത് അടഞ്ഞു കിടക്കുന്നു. എന്നാൽ ലോകത്ത് തുറന്നു കിടക്കുന്ന ഏക കല്ലറയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയത്രേ. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, എല്ലാ കോടിക്കണക്കിന് ജനങ്ങൾ അത് കാണുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു? നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് PR കൃഷ്ണയ്യർ. ചില വർഷങ്ങൾക്ക് മുന്നമേ മലയാള മനോരമ പേപ്പറിന്റെ സൺഡേ സപ്ലിമെന്റില് അത് അനേക മാസങ്ങൾ തുടർമാനമായി ഒരു ലേഖനം തന്നെ എഴുതുവാനിടയായിട്ട് തീർന്നു. ആ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം ഇതായിരുന്നു: മരണാനന്തര ജീവിതം. ആർക്കാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആധികാരികമായിട്ട് പറയുവാനായിട്ട് കഴിയുന്നത്? മരണം കൊണ്ട് തീർന്നുപോയ ഒരു വ്യക്തിക്കും മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആധികാരികമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ മരിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ യേശു കർത്താവിന് അതേ ധൈര്യത്തോടു കൂടെ, അതേ ഉറപ്പോടു കൂടെ, അതേ ശക്തിയോടു കൂടെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുവാനായിട്ട് കഴിയും. ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് മരണാനന്തര ജീവിതത്തിൽ എന്തെല്ലാം ആയിത്തീരുമെന്നും എങ്ങനെയെല്ലാം ആയിത്തീരുമെന്നും പറയുന്ന ഏക ഗ്രന്ഥം അത് വിശുദ്ധ ബൈബിളാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ അനേക ശ്രേഷ്ഠന്മാരായ വ്യക്തികൾ ഈ വിശുദ്ധ ബൈബിളിനെ ഇല്ലാതെയാക്കുവാൻ, ഈ മാർഗത്തെ ഇല്ലാതെയാക്കുവാൻ, ഇതിനെ തച്ചുവച്ച് ലോകത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ തകർക്കുവാൻ ശ്രമിക്കുന്നതോറും, അത് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നതോറും ഇത് മേൽക്കുമേൽ വളർച്ച പ്രാപിച്ച് പടർന്ന് പന്തലിച്ച് ലോകത്തിൽ ആകമാനം ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അനേക പ്രത്യാശയില്ലാത്ത ജനങ്ങൾ ഈ വിശുദ്ധ വചനത്തെ വായിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി, ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരായി അവരെ സമാധാനവും സന്തോഷവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? സത്യമൊന്നേയുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് വിളിച്ചിട്ട യേശു കർത്താവല്ലാതെ മറ്റൊരു സത്യം ഈ ലോകത്തിൽ ഇല്ല. ദൈവത്തിന്റെ വലിയ എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ ഉയർത്തുന്നത്? ഈ യേശു കർത്താവ് എത്രയോ മദ്യപാനികളായ വ്യക്തികളുടെ കുടുംബങ്ങളിൽ കടന്നു ചെന്ന് ആ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് തീർന്നിട്ടുണ്ട്. ആത്മഹത്യക്ക് വേണ്ടി വിഷക്കുപ്പികളും അതേ കയറും എടുത്തുകൊണ്ട് അതേ കല്ലിന്മേൽ കയറി സ്വാനിരിട്ട കുരുക്കുകൾ വരെയും കഴുത്തിൽ വീഴാതെ വണ്ണം അവരെ നിന്നും രക്ഷിക്കാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാക്കുവാൻ തക്കവണ്ണം എത്രയോ കുടുംബങ്ങളിൽ ഈ കർത്താവ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എത്രയോ യുവനക്കാർ നാശത്തിന്റെ വടികുഴിയിലേക്ക് പോകുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ലക്ഷ്യമില്ലാതെ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിനെ കണ്ടെത്തിയതിലൂടെ ലക്ഷ്യം കണ്ടെത്തി ഇന്ന് ലോകത്തിൽ ഈ ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളും ഇങ്ങനെയുള്ള വിവിധങ്ങളായ മാർഗങ്ങളിൽ കൂടെ ഈ സത്യങ്ങളിൽ ബന്ധിയായിട്ട് തീർന്നിട്ടുള്ളവരാണ്.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൽ മദ്യത്തിന് അനേക അഭയം ചെല്ലുന്നുണ്ട്. നമുക്കറിയാം, നൈമിഷികമായ സുഖങ്ങളെ തരുവാൻ മദ്യത്തിന് കഴിയും. അനേകർ പണത്തെ ആശ്രയിക്കുന്നുണ്ട്. നമുക്കറിയാം, പണമുള്ളവന് അതേ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കൂട്ടുകാരുമൊത്തുള്ള സന്തോഷങ്ങളിൽ, പെരുന്നാളുകളിൽ, ഉത്സവങ്ങളിൽ, കാഴ്ചകളിൽ, നേർച്ചകളിൽ, വഴിപാടുകളിലൊക്കെ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇതിനൊന്നും തരാൻ കഴിയാത്തതായ നിത്യമായ സമാധാനം, ശാശ്വതമായ സമാധാനം സർവശക്തനായ ദൈവം നമുക്ക് ക്രിസ്തുയേശുവിൽ കൂടെ തന്നിരിക്കുന്നു. എങ്ങനെയാണ് സമാധാനം പ്രാപിക്കാനായിട്ട് കഴിയുന്നത്? നാം ഒന്നേ ചെയ്യേണ്ടു, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുക, അവനെ ഹൃദയത്തിൽ അംഗീകരിക്കുക, അവന് വേണ്ടി ജീവിക്കുക, അവന്റെ വചനപ്രകാരം ജീവിക്കുക. കാരണം ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നത് നമ്മുടെ ശരീരമാകുന്ന ഈ ഒരു കൂടാരത്തിലാണ്. ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് 9 മാസക്കാലം എപ്രകാരം ആയിരിക്കുന്നുവോ അതുപോലെയാണ് ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. 9 മാസമല്ലല്ലോ ആത്മീയ ആയുഷ്കാലം. അതെ, ആ കുഞ്ഞ് അത് കഴിഞ്ഞ് വിശാലമായ ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് പോലെ മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന നാം യഥാർത്ഥമായ ജീവിതത്തിലേക്ക്, യഥാർത്ഥമായ നിത്യതയിലേക്ക്, അതെ ഒന്നുകിൽ സ്വർഗത്തിന്റെ ആ ഹല്ലേലൂയ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ നരകത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുക തന്നെ ചെയ്യും. ആരെല്ലാം ചിന്തിച്ചാലും ഇല്ലെങ്കിലും സ്വർഗവും നരകവും യാഥാർത്ഥ്യമായി തന്നെ ലോകത്തിലുണ്ട്, അതെ ഈ ഭൂമിയിലുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നാം നമ്മുടെ മരണശേഷം എവിടെയായിരിക്കണമെന്നുള്ളത് അതെ തീരുമാനിക്കേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വവും ബാധ്യതയും ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉണ്ട്. ഒരുവൻ നന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലം പ്രാപിക്കുക തന്നെ ചെയ്യും. തിന്മ ചെയ്താലും ഒരു മാറ്റവുമില്ല, അതിനുള്ള അതേ തിക്തഫലം അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് നിത്യമായ സമാധാനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്വർഗരാജ്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിത്യതയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ യേശുവല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് ഈ യേശുവിലേക്ക് വരുവാൻ, ഈ യേശുവിനെ രക്ഷകർത്താവായി സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹബുദ്ധിയ അത് ആഹ്വാനം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഞാൻ പറഞ്ഞല്ലോ, മരിച്ച ഉയർത്തെഴുന്നേറ്റവനായ ഒരു കർത്താവ്, കർത്താവിന്റെ കല്ലറ തുറന്നു കിടക്കുന്നതായ ഒരു കല്ലറയാണ്. ഈ കല്ലറയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? സമാധാന പ്രഭുവായ കർത്താവ് ലോകത്തിൽ അനേകരിലേക്ക് സമാധാനം പകരുവാൻ കടന്നു വന്നവനായ കർത്താവ്, ആ ദൈവത്തിനല്ലാതെ മറ്റൊരാശ്രയം ഈ ഭൂമിയിൽ അതേ ശാശ്വതമായി നമുക്കില്ല. ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ, ഈ സത്യത്തെ ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ എത്രയോ 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 ധാരാളമായി നമുക്ക് കേൾക്കുവാനും കാണുവാനും അനുഭവിക്കാനും കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആകയാൽ ഒരിക്കൽ കൂടെ ഈ നിത്യമായ പ്രത്യാശയിലേക്ക്, ഈ ശാശ്വതമായ രക്ഷയിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.